സർ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ ആ ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തത് വക്കാർ ഉസ്മാനാണ്, അവിടുത്തെ സൈന്യാധിപനായിരുന്നു. മാത്രമല്ല യൂനസ് വന്നിട്ട് ഈ ജന്മാഷ്ടമിയുടെ ആശംസകളൊക്കെ നേരുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, എന്തോ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ, നമുക്ക് വലിയ ചൊറയൊന്നും ഇല്ലാതെ ഇനി പോകാൻ പറ്റുന്നു. പക്ഷേ അത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഒരു വെടി അവർ പൊട്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്ന പുതിയ ആരോപണം എന്ന് പറയുന്നത് അവാമി ലീഗ്, ഈ പുറത്താക്കപ്പെട്ട അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് നമ്മൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു എന്നുള്ളതാണ് പുതിയ ആരോപണം. നമ്മുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അത് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് അത്തരത്തിലുള്ള പരിപാടികളോടൊന്നും താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ ഇന്ത്യ ഒരിക്കലും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന ഇടക്കാല സർക്കാരാണ്, ഇടക്കാല സർക്കാർ എന്ന് പറയുന്നത് യൂനസ് ആണ്. യൂനസിന് പിന്നിൽ അമേരിക്കയാണ്, അവരുടേതായ ശക്തികളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പറയുന്നതിന് പിന്നിൽ എന്തായിരിക്കാം വീണ്ടും ബംഗ്ലാദേശിൻ്റെ മനസ്സിലുള്ളത്? ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ ഏറ്റവും പുതിയ പ്രക്ഷോഭം എന്ന് പറയുന്നതിനെ തുടർന്നാണല്ലോ ഷെയ്ഖ് ഹസീന പുറത്തായത്. അവർ ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. ഈ അഭയം നൽകുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് ഷെയ്ഖ് ഹസീനയ്ക്ക് മാത്രമല്ല നമ്മൾ അഭയം കൊടുത്തിരിക്കുന്നത്. ഇവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇവരെ ഈ ബംഗ്ലാദേശ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ പൂർവികന്മാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നത്. പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ്. അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഈ രാജ്യത്തിന് സമ്പത്തും ഈ രാജ്യത്തിന് വിഭവവും നമ്മളൊക്കെ കൊടുത്തതാണ്. ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ബംഗ്ലാദേശ് അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക സ്റ്റാമ്പ് പുറപ്പെടുവിച്ച്, ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, പുറപ്പെടുവിച്ച് ഈ സ്റ്റാമ്പ് കുട്ടികളെ കൊണ്ട് വിപ്പിച്ച് എടുത്ത് ആണ് ഫണ്ട് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവർ ഈ അഭയാർത്ഥികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി പോയിരുന്നു എന്ന് ഇതൊക്കെ ഒരു വസ്തുതയാണ്, ചരിത്രത്തിൽ നിൽക്കുന്ന വസ്തുതയാണ്. എന്ന് മാത്രമല്ല, നമുക്കങ്ങനെ ഇന്ത്യ അഭയം കൊടുത്ത ജൂതന്മാർ തൊട്ട് ഇന്ത്യ അഭയം കൊടുത്ത ഒരു പാരമ്പര്യം കിട്ടിക്കൊണ്ട് ലോകം മുഴുവൻ ആട്ടിപ്പായിച്ച് ജൂതന്മാരെന്ന് പറയുന്ന ഹിറ്റ്ലറുടെയൊക്കെ ഭരണകാലത്ത് ലോകം മുഴുവൻ അലഞ്ഞു തരുന്നൊരു സമൂഹത്തിന് അഭയം കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യയിലായിരുന്നു. സ്വാമി വിവേകാനന്ദൻ തന്നെ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതാണ്. ലോകം മുഴുവൻ ആട്ടിപ്പായിച്ചപ്പോൾ അവർക്ക് അഭയം കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രധാനമായും ചിന്തിക്കുന്നത് ടിബറ്റ് ചൈന കീഴടക്കി. ടിബറ്റിൻ്റെ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവിടെ ദലൈലാമ ഇന്ത്യയിലേക്ക് വന്ന് ദലൈലാമ എത്ര വർഷങ്ങളായിട്ട് 1959 എത്തിയ നിലയിൽ ഇന്നിവിടെ തുടരുകയാണ്. വലിയ സമൂഹം ഇവിടെ. പക്ഷെ ഒരർത്ഥത്തിൽ പോലും നമ്മൾ ടിബറ്റിലെ ഭരണകൂടത്തിന് നേരെ അല്ലെങ്കിൽ അവർക്ക് സഹായകരമായ വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, അവരുടെ ആഗ്രഹം അതാണെങ്കിൽ പോലും നമ്മളത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. നമ്മളവർക്ക് സുരക്ഷിതത്വം നൽകിയിരിക്കുന്നുള്ളതാണ്. എന്തെങ്കിലും തിരിച്ചു പോകാൻ ടിബറ്റിലേക്ക് കഴിയുമെന്ന് വിചാരിച്ച് അവർ കഴിഞ്ഞു കൊടുക്കും. ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഒരു അഭിജാതമായ പാരമ്പര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണ് ഒരു രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ഈ പശ്ചിമ പാകിസ്ഥാൻ്റെ ഭീകരമായ നുഖത്തിൽ വീണ് കിടന്നിരുന്നൊരു രാജ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അന്ന് മതത്തിൻ്റെ പേരിൽ മാത്രം ഇത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു രാജ്യമായി മാറാനൊന്നും സാധിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ബംഗ്ലാദേശ് രൂപപ്പെട്ടത്. അവരെ അടിച്ചമർത്തി ഭരിക്കുകയായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കറിയാം, ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ വരെ അവിടെ ബലികഴിക്കപ്പെട്ടിട്ടുണ്ടാണ്. നമ്മൾ ആ സ്ഥലം പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ലോക ചരിത്രത്തിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ എത്ര യുദ്ധങ്ങൾ നടന്നു, ഇപ്പോൾ തന്നെ നടക്കുന്നല്ലോ. ഈ പിടിച്ചെടുത്ത സ്ഥലം, ക്രിമിയ പിടിച്ചെടുത്തത് ഉക്രൈന് വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാകത്തില്ലല്ലോ. എത്ര ചെയ്താലും ആകത്തില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് അവരുടെ അഭ്യർത്ഥനയെ മാനിച്ച് അവിടുന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നും നമ്മൾ തിരിച്ചു വന്ന അഭയാർത്ഥികൾ തിരിച്ചു പോകാതെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്നും ഈ രാജ്യം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ വന്നതിന് ശേഷം അങ്ങനെയാണ് ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ട് അവരെ നമ്മൾ സഹായിച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബംഗ്ലാദേശിനെ പറ്റി പറയുമ്പോൾ ഈ നന്ദികേടിൻ്റെ പര്യായമായിട്ട് ആ രാജ്യത്തെയും ആ ജനതയും പറയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് കേവലം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ എങ്ങനെയാണോ അവരവിടെ ഇല്ലാതാക്കപ്പെട്ടതെന്ന് ഓർത്തു നോക്കി. പാകിസ്ഥാന് അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകളെ പരിശീലിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി പതുക്കെ മാറ്റി വരികയായിരുന്നു ഈ ബംഗ്ലാദേശിൽ അവർ പാക് തീവ്രവാദികൾ സത്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രക്ഷോഭം തന്നെ രൂപപ്പെട്ടത്.
ജമാഅത്തും IS-ഉം ഒക്കെ അവിടെ ഒത്തിരി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ തന്നെ. ഈ ഹർക്കത്തുൽ ജിഹാദ് അൽ ബംഗ്ലാദേശി എന്നൊക്കെ പറയുന്ന നമുക്ക് പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേയേറെ ഒതുങ്ങാത്ത പേരുകളാണ് ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെയൊക്കെ. അവർ അവിടെ ഉണ്ട്. അവരുടെ കൂടെ ഫലമായിട്ടാണ് ഈ ഇന്ത്യക്കെതിരായ ഒരു വികാരം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിലവർ വിജയിച്ചു എന്ന് തന്നെ കരുതാം. തീർച്ചയായിട്ടും വിജയിച്ചു. അത് ജനത നന്ദി കെട്ടവരാകുമ്പോൾ അങ്ങനെ സംഭവിച്ചല്ലേ മതിയാകത്തുള്ളൂ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഈ ഇന്ത്യയിലേക്ക് വന്നു ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുതൽ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവർ ഇങ്ങനെ ഒരു ജനതയുണ്ട് സത്യത്തിൽ. രാഷ്ട്രപിതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിമ മുഴുവൻ തല്ലി കളഞ്ഞ് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് രാജ്യത്തെ എത്തിച്ച ഒരു ആളുകളെ മുഴുവൻ ഇത് ചെയ്തിട്ട് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ വേട്ടയാടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം സുഖമായി ജീവിക്കുന്ന ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തു. ഷെയ്ഖ് ഹസീന ഇവിടെ താമസിക്കുന്നത് അത് നമ്മുടെ പ്രഖ്യാപിത പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതല്ലാതെ ഒരു പ്രവർത്തനവും ഇവിടെ ഈ ബംഗ്ലാദേശ് ഉന്നയിക്കുന്നത് പോലെ അവരിപ്പോൾ പറയുന്ന ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായും പാകിസ്ഥാനുമായും ചേർന്ന് 7 ഇന്ത്യൻ കിഴക്ക് പടിഞ്ഞാറുള്ള 7 സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിലേക്ക് ചേർക്കാൻ വരെ കഴിയും എന്ന് വീമ്പിളക്കുകയാണ് ഒന്നോർത്ത് നോക്കി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇത്രയും വർഷം കൊണ്ട് അവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. കാരണം ഈ നമ്മൾ ഈ കൊടുക്കുന്ന ഈ അവിടുത്തെ ഇതാണല്ലോ കൈത്തറി വസ്ത്രങ്ങളാണല്ലോ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് കയറ്റുമതിയിലൂടെയാണല്ലോ. അതിനുള്ള ചണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിവിടുന്ന് അതിപ്പോൾ നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് അവരുടെ സമ്പദ്ഘടനയെ ഭയങ്കരമായി ബാധിക്കാൻ പോവുകയാണ്. അത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കയറ്റുമതി എന്ന് പറയുന്നതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുമായി ഒരു സഹവർത്തിത്വത്തിൽ പോകാതെ ആ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ബേസിക്കലി ഇന്ത്യ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അടിസ്ഥാനപരമായ ഒരു സാംസ്കാരിക ധാര തന്നെയുണ്ട്. അതിനപ്പുറം നിന്നുകൊണ്ട് ഇന്ത്യയോട് ചേർന്ന് പോകാതെ പറ്റത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇന്ത്യ വേറൊരു രാജ്യത്തെ വിഘടിത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല, ഇവിടെയും എടുത്തിട്ടില്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തതിനർത്ഥം ഒരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നമ്മുടെ ഒരു സ്ഥലത്തും, നമ്മുടെ ഒരു രാഷ്ട്രത്തിലും, ഒരു നഗരത്തിലും. അവർ പറയുന്നത് ന്യൂഡൽഹിയിലും കൊൽക്കട്ടയിലും ഒക്കെ ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ നിർത്തണം, അത് അവർക്കെതിരെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും എന്താ പറയുക, ആ രാജ്യത്തെ പോലെ നന്ദി കെട്ട അല്ലെങ്കിൽ ഒരു മര്യാദയില്ലാത്ത സംസ്കാരമാണ് ഇന്ത്യക്ക് ഉള്ളത് എന്ന് അവർ സ്വയമേവ വിചാരിക്കുകയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിബറ്റിലെ ജനത ഇവിടെ അധിനിവേശത്തിന് ശേഷം താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി. ഇവിടെ നിന്ന് കൊണ്ട് അവരുടെ ഒരു ജീവിതം, അവരുടെ ഒരു സ്വത്വം രൂപപ്പെടുത്തി ഇവിടെ കഴിയാനുള്ള സാഹചര്യം നമ്മൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൈന പോലും അങ്ങനെ ഒരു ആരോപണമായി ഉന്നയിച്ചില്ല. നമ്മളിവിടെ താമസിക്കുന്ന ടിബറ്റുകാരെ കൊണ്ട് നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യിക്കുന്നു എന്ന നമ്മുടെ ഒരു സ്റ്റാൻഡുണ്ട് ആ വിഷയത്തിൽ എന്നതിനപ്പുറം അങ്ങനെ ഉന്നയിച്ചിരിക്കാത്ത ആരോപണമാണ്. അങ്ങനെ ചൈന പോലും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും ഉയരുന്നത്. അത് അവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ സാധൂകരിക്കാൻ വേണ്ടി, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ സാധൂകരിക്കാൻ വേണ്ടി അവർ നൽകുന്ന ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അരക്ഷിതാവസ്ഥയിലേക്കാണ് രാജ്യത്തിൻ്റെ പോക്ക്. ആ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ഒരിക്കലും ഇന്ത്യയല്ല, അതാക്കി തീർക്കാൻ അവർ ശ്രമിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.